ഇന്ത്യൻ സിനിമാ ലോകത്തിന് മറക്കാൻ പറ്റാത്ത നടിയാണ് അന്തരിച്ച ശ്രീദേവി. ശ്രീദേവിയുടെ വ്യക്തിജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നടി കുട്ടി പത്മിനി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ബാലതാരങ്ങളായിരുന്നപ്പോൾ കുട്ടി പത്മിനിയും ശ്രീദേവിയും നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ശ്രീദേവിയും മിഥുൻ ചക്രവർത്തിയുമായുള്ള ബന്ധം തകർന്നതിനെക്കുറിച്ച് ഒരിക്കൽ കുട്ടി പത്മിനി തുറന്നു സംസാരിച്ചിട്ടുണ്ട്. ശ്രീദേവിക്ക് മിഥുൻ ചക്രവർത്തിയോട് വല്ലാത്ത പ്രണയം തോന്നി. യോഗിതാ ബാലിയാണ് മിഥുൻ ചക്രവർത്തിയുടെ ഭാര്യ. അവർ രേഖയുടെ അമ്മയുടെ മദ്രാസിലെ വീട്ടിൽ വന്ന് വല്ലാതെ കരഞ്ഞു. നിങ്ങളിവളെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ, രാവിലെ മുതൽ കരച്ചിലാണെന്ന് പുഷ്പവല്ലിയക്ക ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ടി നഗറിലെ വീട്ടിലേക്ക് അവരെ കൊണ്ടുവന്നു. ഞങ്ങൾ സമാധാനിപ്പിച്ചു, ഭക്ഷണം കൊടുത്തിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അവരും ഒരു ബംഗാളി നടിയാണ്, നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്. രേഖയെപ്പോലെയാണ് കാണാൻ. മിഥുൻ സാറെ വിവാഹം ചെയ്ത ശേഷം അഭിനയം രംഗത്ത് നിന്ന് മാറിയതാണ്. അദ്ദേഹത്തിനു വേണ്ടി എന്റെ അച്ഛനെയും അമ്മയെയും വിട്ടു, കരിയറും വിട്ടു. എല്ലാം ഉപേക്ഷിച്ചാണ് അവരെ വിവാഹം ചെയ്തത്. ഇപ്പോൾ എനിക്ക് കുഞ്ഞുമുണ്ട്. ഈ സമയത്താണ് ശ്രീദേവി അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ജീവിതമിനി എന്താകുമെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. കണ്ടാൽ പാവം തോന്നും. ഒരിക്കൽ അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതുമാണ്. ഇതിനിടെ തന്നെ വിവാഹം ചെയ്തേ പറ്റൂ എന്ന് മിഥുൻ ചക്രവർത്തിയോട് ശ്രീദേവി തറപ്പിച്ചു പറഞ്ഞു. രണ്ടുപേരും രഹസ്യവിവാഹം ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. അതെനിക്കറിയില്ല. ശ്രീദേവിയുടെ അമ്മ പറഞ്ഞത് മിഥുനിൽ നിന്നും മകളെ പിരിക്കാൻ പറ്റാതായപ്പോൾ മിഥുൻ വിവാഹമോചിതനായി വന്നാൽ സമ്മതിക്കാമെന്നാണ്. ശ്രീദേവിക്ക് സന്തോഷമായി. കാരണം അമ്മയെ എതിർത്ത് എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല ശ്രീദേവി. വിവാഹമോചിതനാകണമെന്ന് ശ്രീദേവി മിഥുനോട് പറഞ്ഞപ്പോൾ മക്കളുണ്ട്, പിരിയാൻ പറ്റില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതോടെ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ വന്നു. ഒരുമിച്ച് കാണുന്നതും അഭിനയിക്കുന്നതും നിർത്തി.